കേട്ടോ മലയാളി വിളിയാടാ ചുമ സടകുടം ഉണർന്നാൽ അട്ടപ്പത്തലം നിന്റെ കഥ കഴിയുമ്പോടാ മലയാളിക്ക് എന്താടാ ഡൈന ഗെയിമിംഗ് ഇന്ന് ഒരു റാങ്ക് വീഡിയോ ആണ്. അപ്പം നമ്മൾ M500 വെച്ചെന്നാണ് നമ്മുടെ പോക്ക്. അപ്പം ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ മൈക്കും സെറ്റാക്കായിരുന്നു. സോ ഓക്കെ അപ്പം ഗൈസ് നമുക്ക് ഇവിടെ ആരും കാണുന്നില്ല ഗൈസ്. സോ ഇവിടെ ഒരുത്തൻ എന്നെ കണ്ടില്ല ഗൈസ്. അവനാണെങ്കിൽ ഫുൾ കുത്തിപ്പിടിയാണ്. സോ GTMS എന്നെ കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. സോ അവൻ തന്നെ അവിടെ നിന്ന് മെഡടിക്കണം. ആ സമയം തന്നെ നമ്മൾ സോണോട്ടും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോണ് കയറിയതുകൊണ്ടാവും മിക്കവാറും എലിമിനേറ്റ് ആയിട്ടുണ്ടാവും, അറിയത്തില്ല. അല്ലെങ്കിൽ അവൻ മണ്ടയ്ക്കോട്ട് കയറിപ്പോയിട്ടുണ്ടാവും. എന്തായാലും ഒന്നിലൊന്നായിരിക്കും. സോ അപ്പം അവൻ മണ്ടയ്ക്കോട്ട് തന്നെ പോയേക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് സോൺ കയറിക്കാൻ ഞാൻ മെഡടിക്കേണ്ട ഒരു ടൈമിൽ നമ്മൾ മണ്ടയ്ക്കോട്ടെ കയറി പോകത്തുള്ളൂ. സോ അവൻ എവിടെ നിന്നൊക്കെയോ എൻ്റെ ടീംമേറ്റ്സിനെയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഒരുത്ത് മാത്രമേ ഉള്ളൂ ഈ 7-ൽ. ഒരു ലൈവേ ഉള്ളൂ. നമ്മുടെ ഇത് 1v1 ആണ്. അപ്പോൾ അവനും എന്നെ കൂട്ട് അവൻ്റെ അടുത്ത് വേൾഡ് ടാപ്പ് കളിക്കാൻ പോയി GTMS നല്ല രീതി കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട്. സോ ഈ കളി തോക്കില്ലേ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഒരു എയ്സ് തന്നെ കിഡിലിനായിട്ട് ക്യാച്ച് കൊടുത്തിട്ടുണ്ട്. സോ അന്നേരം നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ കളിയും നല്ലൊരു കളിയായിട്ട് തന്നെ കൊണ്ടുപോകണം. ഈ കളി നമുക്കൊരു നല്ലൊരു ഈസോ എല്ലാം എടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. സോ ഞാൻ MP5 വെച്ചുകൊണ്ട് റേസിന് വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ആരെയും കാണുന്നില്ല. പിന്നെ ഹെഡ്സെറ്റ് കുത്തിയിരിക്കുന്നതിൻ്റെ വേറെ പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുത്തനെ അടിച്ചുറക്കിയിട്ടുണ്ട്. അന്നേരം മണ്ടയ്ക്ക് കിങ്ഫിഷർ വെച്ച് കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഗോയ്സ്. സോ അപ്പോൾ എന്നെ റിവൈവ് ചെയ്യാൻ വന്നത് ടീമേറ്റിനെ അവന്മാർ അടിച്ചിട്ടിട്ടുണ്ട്. സോ എൻ്റെ ടീംസിനെ എല്ലാം അവന്മാർ അടിച്ചിടുകയാണ്. ഇനിയും കഴിഞ്ഞ പ്രാവശ്യം ഷെയ്സ് എടുത്ത ഒരുത്തനും കൂടെ ഉള്ള ലൈവ്. സോ അന്നേരം എൻ്റെ ഒരു MP5-നെ അവന്മാർ തീർത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ആ ഈസ് എടുത്തവൻ തന്നെയാണ് ലൈവ്. അന്നേരം അവനെയും അവന്മാർ കുത്തി പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായി. അവൻ മുമ്പത്തോട്ട് തന്നെ MP5 എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടീമേറ്റിൻ്റെ ഫസ്റ്റ് എലിമിനേഷനൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും കിടിലനായിട്ട്. സുഹൃത്തിനും ഞാനും കൂടെ ഒരുമിച്ച് നോക്കായിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നെ ഒന്ന് റിവൈവ് ചെയ്ത് വിടായിരുന്നു. റിവൈവ് ഇവിടെ ഒരു നോക്കുണ്ട്.
ഇവിടെ നോക്കണ്ടോ വേണ്ടോ ചെയ് ബ്രോ. അവിടെ നിന്ന് ചെയ്യടാ. അവിടെ ഹെൽപ്പ് ചെയ്യടോ. ആ അപ്പം അവന് പറഞ്ഞ് മനസ്സിലാകത്തുണ്ട് ലീസ്. ഓക്കെ, അപ്പം എൻ്റെ MP5 ഫിനിഷ് ആയിട്ടുണ്ട്. ഈ അപ്പോൾ ഒരുത്തനെ മണ്ടയ്ക്ക് കണ്ടി. പിന്നെ അവനെ ആയിരുന്നു അടിച്ചിട്ടേ. അവനെ പാരഫല വെച്ച് ഫിനിഷ് എടുത്തിട്ടുണ്ട്. അപ്പം അടുത്തത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ലോങ് റേഞ്ചിന് നല്ലൊരു ഗണ്ണാണ് ഗ്രോസ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിച്ച് അയ്യോ അറിയാം ഒരു ഗ്ലൂ വാൾ വെച്ച് വയ്ക്കുക. അപ്പം ക്രോസ് തന്നെ എക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. മണ്ടയ്ക്കൊരുണ്ട്. അവനെ എന്തായാലും നോക്കടിച്ച. ഇനി ഒരുത്തനും കൂടെ ഉള്ളു ഈ സലൈവ്. സലൈവ് ഇനിയിപ്പോൾ എവിടെ അറിഞ്ഞൂടാ. പിന്നെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചടി. കൂടോ അങ്ങ് മാക് 10 വെച്ചാട്ടോ, ശ്രദ്ധിച്ചില്ല. അപ്പം എൻ്റെ അനിയത്തിയാണല്ല സലൈവ്. അപ്പോൾ എങ്ങനെയെങ്കിലും എടുക്കും അല്ലടി, എങ്ങനെയെങ്കിലും എടുക്കും. സോ അവനോട് റീലോഡ് ചെയ്യുന്നു. എൻ്റെ അനിയത്തി ചാടുന്നു. അവൾ കവർ എടുക്കാൻ നോക്കുന്നു. അവൻ എന്നെ ഫിനിഷ് ചെയ്യുന്നു. അപ്പം അവൾ നൈസായിട്ട് അവനെ നോക്ക് അടിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഒരെണ്ണങ്ങളുണ്ട്. അവനവനെ റിവൈവ് ചെയ്തിടുക അല്ലേ. മുമ്പിലോട്ട് കയറി. സോൺ വരുന്നതിന് മുമ്പ് കയറി. മുമ്പേ ചാടിക്കൂ. കിട്ടി. വേണ്ട 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 വേണ്ട, മണ്ടയ്ക്കോട്ട് ചാണ്ട. അവൻ അടിയിൽ തന്നെ ഉണ്ട്. അയ്യോ, അവൻ മണ്ടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. മറ്റവനെ റിവൈവ് ചെയ്ത് കിട്ടി. ഈ രണ്ടെണ്ണവും കൂടെ ചാടല്ലേ ഇടി കാലത്തി. ഈശ്വര നൂവൻ അനിയത്തി അപ്പം ആ കളി അങ്ങ് തോപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം റിവൈവായി വന്നു. നമ്മൾ M10 എടുത്തിട്ടുണ്ട്. വീണ്ടും വെച്ച് കുത്തിപ്പിടി വീര. M10 കുത്തിപ്പിടി വീര ഗൈസ്. M10 കുത്തിപ്പിടി വീര. M10 കുത്തിപ്പിടി തോപ്പിക്കാൻ ആരുണ്ട് മനെ. ഓക്കെ, മണ്ടക്കോട്ട് കയറി നിന്നു. ദെൻ ഒരൊറ്റോട്ട. എന്നിട്ട് അവിടെ പോയി ഒന്ന് വെട്ടടിക്കും. പിന്നെ ഒന്നും നോക്കാണ്ട് ഓടും. പിന്നെ അവിടെ ചെന്നൊരു ബൈക്ക് അടിക്കും. എന്നിട്ട് ഇതിൽ കിട്ടും ലോങ് റേഞ്ച് തന്നെ. അപ്പം എന്തായാലും ഒരുത്തനെ നമ്മൾ അങ്ങ് അടിച്ചിട്ടിട്ട് ഷൂട്ടെടുത്തോണ്ടിരിക്കുകയാണ്. നഡടിച്ചോണ്ടിരിക്കുകയാണ് കേസ്. അപ്പം ഇനിമി ഉണ്ടോ 4 വശം നോക്കാം.
സൗണ്ട് ഉണ്ടാക്കല്ലേ. അയ്യോ ഗൈസ് ടച്ച് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ചെണ്ടമേളം തപ്പുകുഴൽ വിളിനാദം തക്ക 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 തരികിട മേളം തയ്യൽ നാദസ്വരം പുലികളിയാട്ടം. ഇത് എന്റെ നാട് ഭൂമി മലയാളം. മാമല നാട് മലയാള നാട് മാവലി വാണൊരു നാട്. മുണ്ടുമടക്കി മീശ പിരിച്ചു ചങ്കു വിരിച്ചൊരു പോക്ക്. കാടിളക്കി വരുന്ന മതയാന വാൾപ്പയക്കിലെ ഞങ്ങൾക്കുണ്ട് ഉള്ളിയാർച്ച. ഭീഷണി വേണ്ട അത് മുതലാകൂല. ഏഷണി കൂട്ടാൻ നോക്കേണ്ട വേഗൂല. നരകത്തിലൊരു തരി വെളിച്ചം പതനത്തിലും തല ഉയർത്തിയ ചരിത്രം. ഇതിടാരാന്റെ പണ്ടയ്ക്ക് പ്രാന്തം വയ്ക്കാതെ ഞങ്ങൾ വാളെടുക്കില്ല. ചുമ്മാ വീമ്പിളക്കില്ല മോനെ. മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം ഉണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം ഉണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളും മോന്തി അമ്പലത്തിൽ പോയി കുറി തൊട്ട് വണങ്ങി. കുംഭസാരം ചൊല്ലും പൊന്നു മലയാളി നിനക്കു നീ തന്നെയാണ് എതിരാളി. നടുനില ഇപ്പോൾ തരുണി മണികൾ അവർക്കേറെയുണ്ട് കഥന കഥകൾ. സദാചാരം നോക്കും പിറന്ന നരകൾ മാന്യന്മാർ പരമദ്രോഹികൾ. ചങ്കുറപ്പന്റെ കൂടെ തുറപ്പ് വരും അംഗത്തിനായി ഒത്തുകച്ച മുറുക്ക്. തല കുമ്പിട്ട് നിൽക്കാതെ നെഞ്ചു വിരിച്ച് അങ്ങ് കൊമ്പത്തെ മാനും മുട്ടുമടക്കും. ഇനി എന്തിനു കപട സദാചാരം കൊലപാതകമല്ലൊരു പരിഹാരം. പറയാനറിയുണ്ടെന്നിരുന്നാലും മലയാളികൾ കെളിയ നമസ്കാരം. കെളിയ നമസ്കാരം മലയാളികൾ കെളിയ നമസ്കാരം. മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം ഉണർന്നാൽ മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം ഉണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. ചെണ്ടമേളം തപ്പുകുഴൽ വിളിനാദം തക്ക 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 തരികിട മേളം തയ്യൽ നാദസ്വരം പുലികളിയാട്ടം. ഇത് എന്റെ നാട് ഭൂമി മലയാളം.